വിഷുവിനുള്ള സാധനങ്ങൾ മേടിക്കാൻ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. പച്ചക്കറിയും പൂക്കളും പിന്നെ കേരള സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ചക്കയും മാങ്ങിയൊക്കെ അവിടെ നിന്നാണല്ലോ മേടിക്കുക, വാഴേൻ്റെ ഇലയൊക്കെ. അപ്പം എല്ലതും മേടിച്ചു. ആദ്യമായിട്ടാണ് വിഷുവായിട്ട് ഉണ്ണി വീട്ടിലില്ലാത്ത കേട്ടോ. 10th ആയതുകൊണ്ട് തന്നെ ലീവ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ അവധിയൊന്നും ഇല്ലല്ലോ. ഏട്ടനും തന്നെ വിഷുവിന്റെ സദ്യ കഴിച്ചിട്ട് ഓഫീസിലേക്ക് ഇറങ്ങും കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും കൊന്നപ്പൂക്കളെ കാണുള്ളൂ, പക്ഷെ എടുക്കാൻ കുറച്ച് പാടാ, കുറെ മേലെ ആയത് കാരണം. അപ്പൊ ഏട്ടനത് എവിടുന്ന് ഒപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിറയെ കൊന്നപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മേടിക്കാൻ വേണ്ടിയിട്ടും കിട്ടും കേട്ടോ. 50 രൂപയാണ് 2 തണ്ടിന്റെ വില. അങ്ങനെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ സെറ്റാക്കി വെച്ചു. ഏട്ടൻ്റെ ഓഫീസിലൊക്കെ പോയിട്ടോ. അപ്പോഴാണ് ഉണ്ണി പറയുന്നത് ഉണ്ണിക്ക് എന്തോ ബുക്കൊക്കെ മേടിക്കാനുണ്ടെന്ന്. അപ്പൊ കേൾക്കേണ്ട താമസം. അപ്പൊ പിന്നെ പുറത്തുനിന്ന് തന്നെ കഴിക്കാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ. ഇന്നിവിടെ അംബേദ്കർ ജയന്തിക്ക് വേണ്ടിയിട്ട് ലീവ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വിഷു ആയിരുന്നെങ്കിൽ സുഖമായേനെ, എല്ലാവർക്കും ലീവും കിട്ടിയേനെ. പക്ഷെ എന്താ ചെയ്യാ, ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ചൈനീസ് ആണ് കഴിച്ചത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഉണ്ണിക്കാണെങ്കിൽ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികം ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ വേറെയും മേടിച്ചിട്ടോ. മെയിൻ വന്നത് ഇതേ ബുക്ക് മേടിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. പോകാനാകുമ്പോൾ ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇപ്പോൾ ജലദോഷം തൊണ്ടവേദനയൊക്കെ മാറിയിട്ടുള്ളൂ കേട്ടോ. ഉണ്ണി പറയുന്നുണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ ഇടണ്ട അമ്മ, അച്ഛൻ കാണില്ലേ. നേട്ടം പിന്നെ എൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ കുത്തിയിരുന്ന് കാണാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല.